കണ്ടില്ല ഞങ്ങള്? സമസ്തന്റെ തരുണീമണികൾ കേരളത്തിലെ അറഫയിൽ പങ്കെടുക്കാനുള്ള തിക്കും തിരക്കുവാണത്. സമസ്തന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ലത്. എവിടെത്തിയിടുങ്ങൾ നിങ്ങളെ മാറ്റം ഞെട്ടിപ്പിക്കുന്നതാണ്, അത്ഭുതപ്പെടുത്തുന്നതാണ്, അമ്പരപ്പിക്കുന്നതാണ്. പെണ്ണുങ്ങൾക്ക് പുറത്തിറങ്ങാൻ പാടില്ല എന്നല്ലായിരുന്നോ ഒരു കാലത്തെ ഫത്വ? നിങ്ങളെ വീടിന്റെ ഉള്ളിലിരിക്കണം എന്നല്ലായിരുന്നോ നിങ്ങളെ ഫത്വ? എന്നെ ഉള്ളിൽ പുറത്തേക്ക് ചാടിയത്? പേരിച്ചായനെ പോകട്ടെ മാതിരി പുറത്തേക്ക് ചാടില്ല. ഇപ്പൊ നിങ്ങൾ പങ്കെടുക്കാത്ത മേഖല ഏതാ? ഇപ്പൊ നിങ്ങൾ പോകാത്ത സ്ഥലം ഏതാ? എന്തൊക്കെയായിരുന്നു നിങ്ങൾ ഈ സമുദായത്തിനെ പഠിപ്പിച്ചിരുന്നത്? ഒരു കാലത്ത് സ്ത്രീകൾക്ക് കയ്യെഴുത്ത് പഠിപ്പിക്കാൻ പാടില്ല എന്ന് പഠിപ്പിച്ചിരുന്നു അല്ലേ? ഇപ്പോഴോ ഇപ്പൊ നിങ്ങള് സ്ത്രീകളെ പ്രത്യേക മാഗസിനുകള്, സ്ത്രീകൾക്ക് എഴുത്ത്, പാട്ട്, നോവല്, കഥ. ഒരു നൂറ്റാണ്ട് മുമ്പ് ഈ സമുദായത്തിലെ പെണ്ണുങ്ങളെ ഇൽമു കൊടുക്കാതെ, ഖുർആൻ അറബി പോലും പഠിപ്പിക്കാതെ, മര്യാദയ്ക്ക് എഴുതാനും വായിക്കാനും അറിയാതെ നിങ്ങൾ അടച്ചിട്ടു അല്ലേ? ഇതാ കണ്ടോളി, സമസ്തന്റെ ആദ്യകാല പ്രസിദ്ധീകരണമായ അൽബയാനിൽ വന്ന വാചകമാണ് ഞാൻ ഈ വായിക്കണത്. എന്താണ്? അറബി മലയാളത്തിലാട്ടോ. അപ്പൊ അക്ഷരങ്ങൾ കൃത്യമായിട്ടുണ്ടോ? ക്ഷ എന്നുള്ളതൊക്കെ ഛാന്നായിരിക്കും. എന്താണ്? ഇക്കാലത്തുള്ള സ്ത്രീ അക്ഷരവിദ്യ അധികവും ദീനിയായ വിഷയത്തിലോ ശർഅ് അനുസരിച്ച തോതിലോ കാര്യമായ ആവശ്യത്തിനോ അല്ലാത്തതോടുകൂടി അതിനാൽ കണക്കില്ലാത്ത പാപങ്ങൾ വന്നുവശാകുന്നതും അത് പല പാപങ്ങൾക്കുള്ള ഉപകരണമാകുന്നതും ദൃഷ്ടിയാൽ അറിയപ്പെട്ടതും അനുഭവപ്പെട്ടതായും വരുന്നതുകൊണ്ട് സ്ത്രീ അക്ഷരവിദ്യ ശർഅ് അനുസരിച്ച വിധത്തിലും ദീനിയായ വിഷയത്തിലും ആയാൽ അത് അസ്ലിൽ മക്രൂഹ് മാത്രമാണെങ്കിലും ഇക്കാലത്തുള്ള സ്ത്രീ അക്ഷരവിദ്യ തീർച്ചയായും ഹറാമാവാൻ മാത്രമേ വഴി കാണുന്നുള്ളൂ. അൽബയാൻ 1930 ഫെബ്രുവരി. ഇന്നെന്താ അവസ്ഥ? ഇന്ന് സ്ത്രീകളുടെ അക്ഷരവിദ്യ കൂടുതലും കുഴപ്പമുള്ള കാലാണ്. ഇന്നാണ് പല ഹറാമുകൾക്കും പല ഫിത്നകൾക്കും ആ അക്ഷരവിദ്യ കാരണമാകുന്നത്. ഇന്നാണ് നിങ്ങൾ അക്ഷരവിദ്യ ഉരുട്ടിപ്പരട്ടി ഗുളിക രൂപത്തിലാക്കി അണ്ണാക്കിലിട്ട് കൊടുക്കുന്ന കാലാപ്പത്. ഇന്നല്ലടോ ഈ ഫത്വ ഏറ്റവും ഫിറ്റ്. ആ കാലഘട്ടത്തിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പഴയ കാലത്തൊക്കെ കെട്ടിയോൻ ഗൾഫിൽ അപൂർവമായിട്ട് ഗൾഫിൽ പോണ കാലത്ത് കെട്ടിയന്മാർ ഗൾഫിൽ നിന്ന് കത്തയക്കുമ്പോൾ ശിപ്പായി കൊടുന്നവരും കത്ത് വീട്ടിക്ക് കൊടുന്ന സമയത്ത് ഇത് വായിക്കാൻ അറിയേണ്ട വീട്ടിലുള്ള ഒരു ചങ്ങായിക്കും ഈ പെണ്ണിനെ ഏതാനും അറിയില്ല. അപ്പൊ പെണ്ണ് പറയാ, ശിപ്പായിയെ നിങ്ങളെന്ന് വായിച്ചാളി എത്താ മൂപ്പര് എഴുതിയിട്ടുണ്ടെന്നുള്ളത്. എന്നിട്ട് ശിപ്പായി ഇങ്ങനെ കത്ത് പിടിച്ച് വായിച്ചു കൊടുക്കുകയാണ്. എത്തിരിയും പിരിശത്തിൽ എൻ്റെ വീടര് ബീപ്പാത്തു അറിയാൻ അക്കരെ നിന്നും ബീരാൻകുട്ടി എഴുത്ത്. അനക്കും കുട്ടികൾക്കും അവിടെ സുഖം തന്നെ എന്ന് കരുതുന്നു. എനിക്ക് ഇവിടെ ഒരുവിധം സുഖം തന്നെ. എന്നിട്ട് കത്തിന്റെ അവസാനം ഉണ്ടാവും, ഏറെ വിഷമത്തോടെ എഴുത്ത് ചുരുക്കുന്നു. അവസാനം ഓന്റെ പകരം ഉമ്മയും കെട്ടിയോന്റെ പകരം ഉമ്മ ഉണ്ടാവും. എന്നിട്ട് വായിച്ചു കൊടുക്കാൻ ശിപ്പായി ഉണ്ടല്ലോ, ഓന്റെ പകരം രണ്ടും ഉമ്മയും കൂടെ കൂട്ടിയിട്ട് ഉമ്മ ഉമ്മ ഉമ്മ. ഇതൊക്കെ ഇവിടെ സമുദായത്തിൽ കഴിഞ്ഞു പോയ ചീഞ്ഞ ചരിത്രങ്ങളാണ്. ആ പെണ്ണുങ്ങളാണ് ഇപ്പൊ നിങ്ങൾ സമ്മേളന നഗരിക്ക് എക്സിബിഷനിക്ക് കൊടുത്തിട്ടുള്ളത്. ഇനി എന്താ നിങ്ങൾ മാറാന്? എവിടെ നിങ്ങൾ നിന്നിരുന്നത്?